ഹായ്, SV അരുളയിലാണ്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഒറ്റ സിനിമ കൊണ്ട് നിങ്ങളുടെ മുന്നിൽ അടയാളപ്പെടുത്തിയ മലയാള സിനിമയിൽ വലിയ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയിലെ ഡയറക്ടറായിട്ട് ഒരുപക്ഷെ സോഷ്യൽ ക്രിറ്റിസിസം എന്നൊരു സാധനത്തെ കൃത്യമായി ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒരു വിഷയം, ഒരു മരണ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മളെ എല്ലാവരെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തൊരു സിനിമ. ആ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള വിപിൻ ഇന്നിപ്പോൾ നമ്മൾക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു വലിയ ചിന്തിപ്പിക്കുന്നൊരു സിനിമ സോഷ്യൽ ആയിട്ടുള്ളൊരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത്, അതിൻ്റെ വിവരങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ ചിലപ്പോൾ അതിൻ്റെ ഒരു അനുഭവങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകില്ല. എന്നിരുന്നാലും അത് കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു സിനിമയിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നത് വളരെ ധൈര്യപൂർവ്വം ഒരു തുടക്കക്കാരൻ ചെയ്യുന്നൊരു കാര്യമാണ്. കാര്യം ഇങ്ങനത്തെ ഒരു സിനിമയൊക്കെ എടുക്കുമ്പോൾ സോഷ്യലി ഉണ്ടാകാവുന്ന വിമർശനങ്ങളൊക്കെ അതൊന്നും ഭയപ്പെടാതെ അത് നമ്മൾ ചിലരെയൊക്കെ തിരുത്തപ്പെടേണ്ട കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്ത ആ സിനിമയുടെ വിശേഷങ്ങളാണ് വിപിൻ ഇന്നിപ്പോൾ പങ്കുവയ്ക്കുന്നത്. കോട്ടൂർ വന്നപ്പോൾ സുഹൃത്തു കൂടിയായിട്ടുള്ള വിപിൻ ഒപ്പം ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഈ സിനിമാ വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചറിയാൻ പോവുകയാണ്. സ്വാഗതം വിപിൻ. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ, എന്തായിരുന്നു വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയ്ക്ക് പിന്നിലെ ആ ഒരു ചിന്തയിലേക്ക് എത്തിയ കാര്യം എന്തായിരുന്നു? അരുൺ, ഒരു സിനിമ ചെയ്യണം എന്നുള്ളത് കുറച്ച് നാൾ മുന്നേ മുതലുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല സബ്ജക്റ്റുകൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മൾ കോവിഡ് പാൻഡമിക്കിൻ്റെ ടൈമിൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഒരിടത്ത് നിന്നുകൊണ്ട് എങ്ങനെ ഒരു സിനിമ പറയാം എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നല്ലോ. അതെ, റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ ആലോചിച്ചായിരുന്നു, ഒരു വീട്ടിൽ നിന്നുകൊണ്ട് എങ്ങനെ ഒരു സിനിമ പറയാൻ പറ്റും. അപ്പോൾ ആ വീട്ടിലേക്ക് നാട്ടുകാരൊക്കെ കൂടി വരുന്ന ഒരു മൊമെൻ്റ് വേണം. അതിപ്പോൾ അത് കല്യാണമോ മരണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നൊരു സംഗതി, ചെറുതിലേ മുതലേ കാണുന്നൊരു സംഗതിയാണ് ഈ മരണ വീട്ടിൽ, കല്യാണ വീട്ടിലൊക്കെ സമുദായ നേതാക്കന്മാരുടെ ഒരു പ്രകടനം, വേണമെങ്കിൽ അഹങ്കാരം എന്ന് പറയാം, അവരുടെ ഒരു ആധിപത്യം എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി. അപ്പോൾ എനിക്കത് അതിനെ വിമർശിക്കണം എന്നൊക്കെ ഇങ്ങനെ പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ എടുത്തു. ഒരു വീട്ടിലേക്ക് ആൾക്കാർ വരുന്നു, അപ്പോൾ അതൊരു മരണമാണ്. അവിടേക്കൊരു പിന്നീട് കരയോഗം പ്രസിഡൻറ്റ് വരുന്നു, അതുപോലെ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഭാരവാഹി വരുന്നു, പഞ്ചായത്ത് മെമ്പർ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ളവർ വെച്ചിട്ടാണ് ഞാൻ ഈ കഥ ഉണ്ടാക്കുന്നത്. MLA വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതിൽ കുറച്ച് കഥാപാത്രങ്ങളെയൊക്കെ മാറ്റി അത്യാവശ്യം ആ കഥ പറച്ചിലിന് വേണ്ടുന്നവരെ മാത്രം ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെയാണ് വ്യസന സമയത്തിലേക്ക് വന്നത്. ഒരു കാര്യം, സാധാരണഗതിയിൽ നമ്മൾ സിനിമകളിൽ കണ്ട് പരിചരിച്ചത് മരണ വീടുകൾ അല്ലെങ്കിൽ അത്രയും ചിത്രീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഒരു വിഷമത്തിൻ്റെ തളം കെട്ടി നിൽക്കുന്ന ഒരു വീടായിരിക്കും, അത്തരം സീനുകളായിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ചിരിയിലൂടെ ഒരു മരണ വീട് നമ്മൾ മലയാള സിനിമയിൽ ഒരു മുൻ എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു ധൈര്യപ്പെടൽ എങ്ങനെയാണ് രൂപപ്പെട്ടത്? കാര്യം ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ പ്രേക്ഷകർ ഉൾക്കൊള്ളൂ എന്ന് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. കാര്യം സിനിമകൾക്കൊരു പാറ്റേൺ നമ്മൾ കാണാറുണ്ട്. അതിൽ നിന്നെല്ലാം 1.5 മണിക്കൂറിനകത്ത് മരണ വീട്ടിലെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുന്ന സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും മരണവീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൊളിറ്റിക്സ് പറഞ്ഞ 2 സിനിമകൾ, ഒന്ന് ഈമായോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഈമായോ. അതുപോലെ തന്നെ ജോൺ പാലത്തറയുടെ ശവം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, അത് OTT പ്ലാറ്റ്ഫോമുകളിൽ ഏതിലെങ്കിലും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ 2 സിനിമകളും മരണവീട്ടിൽ നിന്നുകൊണ്ട് പൊളിറ്റിക്സ് വളരെ കൃത്യമായിട്ട് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതും ഒരു ചെറിയ പൊളിറ്റിക്സാണ്. അപ്പോൾ അത് മുദ്രാവാക്യ സ്വഭാവം ഇല്ലാതെ പൊളിറ്റിക്സ് പറയണം എന്ന് എനിക്കുണ്ടായിരുന്നു. പൊളിറ്റിക്സ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിനിമ ചെയ്തെന്ന് തോന്നാത്ത വിധത്തിൽ അത് പറയണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഷോർട്ട് ഫിലിം ഇതിന് മുന്നേ ചെയ്തിരുന്നു, സിനിമയിലേക്ക് ഒരു എൻട്രി ആഗ്രഹിച്ചുകൊണ്ട്, 5 സഞ്ചയനം എന്ന് പറഞ്ഞിട്ട്. ആ ഷോർട്ട് ഫിലിം ഒരു മരണവീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പം മരണവീട്ടിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ സറ്റയറായിട്ട് ആ മരണത്തെ അവഹേളിക്കാത്ത വിധത്തിൽ നമുക്ക് തമാശ പറയാൻ പറ്റും എന്നെനിക്ക് ആ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അതിൻ്റെ വിജയത്തിൽ നിന്ന് മനസ്സിലായിരുന്നു. അപ്പോൾ അതായിരുന്നു സത്യത്തിൽ എൻ്റെ ധൈര്യം. അപ്പം നമ്മൾ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്, അത് മുദ്രാവാക്യ സ്വഭാവം ഇല്ലാതെ തമാശയിൽ പൊതിഞ്ഞ് പറയുന്നുണ്ട്. ഒപ്പം അത് മരണ വീട്ടിൽ നിന്നാവുമ്പോഴേക്കും അതിൻ്റെ സറ്റയറിന് മൂർച്ച കൂടും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പ്രേക്ഷകർ സ്വീകരിക്കുന്ന, പിന്നെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അവരുടെയൊക്കെ മറുപടിയിൽ നിന്ന് പ്രേക്ഷകർ തീർച്ചയായിട്ടും സ്വീകരിക്കും എന്ന് തോന്നിയിരുന്നു, അത് നന്നായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ
ഒരു സിനിമ ആസ്വാദകനായിരുന്നു അത്, അല്ലെങ്കിൽ ഒരു സിനിമ സംവിധായകനാവുക എന്ന് പറയുന്ന ഒരു ചെറിയ കടമ്പയല്ല. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നോ വിപിൻ? ആ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ, ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം മുതലേ സിനിമ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്താണ് സിനിമ, എങ്ങനെയാണ് സിനിമ, ഇതെവിടെയാണ് ചിത്രീകരിക്കപ്പെടുന്നത്, ഇതിനെ പറ്റിയിട്ടൊന്നും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നീട് ജീവിതത്തിൽ ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ തൊഴിലൊക്കെ ആയിട്ട് സിനിമയിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കോവിഡ് ടൈമിൽ എത്തിയപ്പോഴാണ് വേറെ പരിപാടികളൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കേണ്ടി വന്നപ്പം പഴയ ആഗ്രഹം പൊടിതട്ടിയെടുക്കാം എന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ശരിക്കും യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് സിനിമ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നതെന്നൊക്കെ അതിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പഠിക്കുന്നത്. പിന്നെ നാട്ടിൽ ചില സുഹൃത്തുക്കളുമായിട്ട് ചേർന്നിട്ട് ഷോർട്ട് ഫിലിം വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെയാണ് സിനിമ പഠിക്കുന്നത്. ഇതിലേക്ക് എത്തണം എന്നും എന്തെങ്കിലും ഒരു സിനിമ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, ചെറുതിലേ മുതലേ തന്നെ ഉണ്ടായിരുന്നു. അത് മറ്റ് പല ജോലികളിൽ പ്രവാസിയായിരുന്നു കുറച്ചു കാലം. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം ഈ ആഗ്രഹം ഞാൻ കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഈ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമ പുറത്തു വരുന്നതിന് മുന്നോടിയായിട്ട് ഒരു വിപിനുണ്ട്. ഇപ്പോൾ ആ സിനിമ പുറത്തു വന്നതിന് ശേഷം വേറൊരു വിപിനുണ്ട്. കാര്യം രണ്ടും രണ്ട് വിപിനായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഒരു വിപിൻ്റെ ജീവിതാനുഭവം എങ്ങനെയാണ്? ആ സിനിമ എടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു വിപിൻ്റെ ഒരു സിനിമ വരുന്നു എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷനുള്ള പ്രേക്ഷകർക്ക് പല പ്രതീക്ഷകളുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് രൂപപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങനെ രണ്ട് വിപിനായിട്ട് ഫീൽ ചെയ്യുന്നത്? എങ്ങനെയാണ് ആ വിപിൻ എന്തായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിപിൻ്റെ കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങൾ സിനിമ എന്ന ഒരു ഇതിൽ കൂടുന്നുണ്ട്, അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നേരത്തെ ഞാൻ വിവിധങ്ങളായിട്ടുള്ള തൊഴിലുകൾ ചെയ്യുമ്പോഴൊക്കെ ഇതല്ല എൻ്റെ ജോലി, വേറൊരു ഇടത്തേക്കാണ് ഞാൻ ചെല്ലേണ്ടത്, കുറേ കൂടെ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു മേഖലയിൽ എത്തണം എന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ആഗ്രഹമായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം വലിയൊരു സാറ്റിസ്ഫാക്ഷനുണ്ട്. എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇനിയും സിനിമകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു തൊഴിൽ ചെയ്ത് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലായത് വലിയ സന്തോഷവും സമാധാനവും ഒക്കെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ സിനിമ ശരിക്കും എൻ്റെ ഫസ്റ്റ് പിന്നെ സെറ്റ് തന്നെ വ്യസന സമയത്തായിരുന്നു എന്ന് പറയാം. ഞാനങ്ങനെ അധികം സിനിമ സെറ്റുകൾ പോലും കണ്ടിട്ടില്ല, വേറെ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല, അസോസിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ സിനിമ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് വ്യസന സമയത്തിലൂടെയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് സിനിമ നിർമ്മാണമല്ല, അതിൻ്റെ മറ്റ് ബിസിനസ്, മറ്റു കാര്യങ്ങൾ, ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, കുറേ കൂടി കൃത്യമായിട്ട് പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിക്കുന്ന വിധത്തിൽ എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊമേഴ്സ്യലി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പരിപാടികളിലൂടെയൊക്കെ എങ്ങനെ സിനിമ ചെയ്യണം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് വ്യസന സമയത്തിലൂടെയാണ്. അപ്പം ആ ഒരു അറിവ് കിട്ടിയെന്നുള്ളതാണ് വ്യസന സമേതം കൊണ്ടുണ്ടായ ഒരു വലിയ മാറ്റം എന്നെ സംബന്ധിച്ചിടത്തോളം. ആ അനുഭവം അത് ഒരു വലിയ അസറ്റാണ് എനിക്ക്. പിന്നെ ഈ ഉത്തരവാദിത്വം മോശമാവാത്ത പടങ്ങൾ ചെയ്യണം എന്ന് എനിക്കുണ്ട്. കാരണം വ്യസന സമേതം കൊമേഴ്സ്യലിയും ക്രിട്ടിക്കലിയും ആ രണ്ട് വിധത്തിലും തിരക്കേടില്ലാത്ത വിധത്തിൽ രക്ഷപ്പെട്ടൊരു സിനിമയാണ്. അപ്പോൾ അടുത്ത സിനിമ വരുമ്പോൾ അതിനെ മോശം പറയാത്ത വിധത്തിൽ ചെയ്യണം. പിന്നെ എങ്ങനെയൊക്കെ എഴുതി വന്നാലും ഒരു സോഷ്യൽ പരിപാടികൾ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സൊക്കെ വന്നു പോകുന്നു. അപ്പോൾ അത് ചിലപ്പോൾ നല്ലതായിരിക്കാം. അതിന് കൊമേഴ്സ്യലി വിജയിപ്പിക്കുന്ന വിധത്തിൽ പറയണം എന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ ശ്രമങ്ങളിപ്പോൾ അങ്ങനെയാണ്. പുതിയ പ്രോജക്റ്റുകൾ ആലോചന ഉണ്ടോ? ഉണ്ട്, ഒരു സ്ക്രിപ്റ്റ് എഴുത്ത് കഴിഞ്ഞു. അപ്പോൾ അതും ഒരു നാട്ടിൻപുറത്ത് നടക്കുന്നൊരു തമാശയുള്ള രസകരമായിട്ടുള്ള കഥയാണ്. അപ്പോൾ അത് പ്രൊഡക്ഷൻ ടീമുകളൊക്കെ ആയിട്ട് ചർച്ചകൾ നടക്കുന്നു. അത് എപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഉടനെ ഒരു പരിപാടിയുണ്ട്. എന്താണ് ആ മേഖലയിൽ ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് തോന്നി? എന്താണ് ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക്? അല്ലേ, സ്ക്രിപ്റ്റ് എഴുത്ത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. കാരണം ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട വിധത്തിൽ അങ്ങ് എഴുതി പോകാൻ പറ്റുന്നൊരു പരിപാടിയല്ല സ്ക്രിപ്റ്റ്. കാരണം നമ്മുടെ ഇഷ്ടമല്ല നോക്കേണ്ടത്, ഇത് തിയേറ്ററിൽ കാണുന്ന പ്രേക്ഷകന് അത് ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. വലിയ മുതൽ മുടക്കിലാണ് ഓരോ സിനിമയും ഇറങ്ങുന്നത്. അപ്പോൾ ഇതൊരു ബിസിനസ്സാണ്. ഇപ്പോൾ കൊമേഴ്സ്യലി വിജയിക്കണം, ബിസിനസ് ആവണം, ലാഭം കിട്ടണം. അപ്പം ഒരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുമായിട്ട് ഒരുപാട് അലയേണ്ടി വന്നു ആ സ്ക്രിപ്റ്റുമായിട്ട്?
സ്ക്രിപ്റ്റുമായിട്ട് അല്ല, അത് എൻ്റെ അലച്ചിലൊക്കെ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കുമ്പോൾ സത്യത്തിൽ വലിയ അലച്ചിലൊന്നുമല്ല. ഞാൻ 2022 സ്ക്രിപ്റ്റ് എഴുതുന്നു, 2024 പടം ഓണാവുന്നു. അതൊന്നും ഒരു വലിയ അലച്ചിലല്ല. ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റൊക്കെ എഴുതി അലയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അലച്ചിൽ ഇതിലുണ്ടാവും. ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് അതിൻ്റെ പിന്നാലെ നിന്നു എന്നുള്ളതാണ്, വിട്ടുകളയാതെ. പിന്നെ എൻ്റെ മറ്റ് സാഹചര്യങ്ങളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന് പറ്റുന്ന വിധത്തിലേക്ക് മാറ്റി എൻ്റെ പിന്നെ പാർട്ട്ണറും പിന്നെ അമ്മ, അനിയത്തി തുടങ്ങിയ എല്ലാവരും, പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ, അവരെ പ്രത്യേകിച്ച് പറയണത് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്നതെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ അവർ ഇപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്താണെങ്കിലും, കാരണം സിനിമയുടെ പിന്നാലെ നടക്കുമ്പോൾ വേറെ വരുമാനമില്ലല്ലോ. അപ്പോൾ ആ സമയത്തെല്ലാം എൻ്റെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ, അതുപോലെ തന്നെ നാട്ടുകാർ, തീർച്ചയായിട്ടും അവർക്കും ഷോർട്ട് ഫിലിം ഇറങ്ങിയതിന് ശേഷം വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് പിന്നീട് എനിക്കത് ഒരു പ്രൊജക്റ്റാക്കി മാറ്റാൻ പറ്റിയത്. 2026 വ്യസന സമ്മേതം പോലെ മറ്റൊരു ഗംഭീര ചിത്രം നമുക്ക് പ്രതീക്ഷിക്കാം. 2026 പടം ഇറങ്ങുമെന്ന് എനിക്കറിയില്ല. അതിൽ ഷൂട്ട് തുടങ്ങണമെന്നുണ്ട്. 2027 ഇതുപോലെ തന്നെ ഒരു 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഒരു നല്ല മികച്ച സിനിമ നമ്മൾ പ്രതീക്ഷിക്കാം. 2025 ജൂൺ മാസം വ്യസന സമയത്ത് ഇറങ്ങി. അപ്പോൾ 2027 ഒരുപക്ഷെ അടുത്ത സിനിമ റിലീസാകപ്പെടുന്നത്. ഈ വർഷം അത് സിനിമ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഇതാണ് വിപിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ വലിയ പ്രതീക്ഷകൾ വയ്ക്കേണ്ട ഒരാൾ തന്നെയാണ്. വളരെ സാധാരണ രീതിയിൽ വന്നതിന് ശേഷം നിങ്ങളെപ്പോലും ഞെട്ടിച്ചു, പ്രേക്ഷകരെ ഒന്നടങ്കം തന്നെ വിസ്മയിപ്പിച്ച ആ സിനിമയ്ക്ക് ശേഷം അടുത്ത ഒരു സ്ക്രിപ്റ്റിൻ്റെ പണിപ്പുരയിലാണ്. അതും ഒരു പക്ഷേ മലയാളി ചിന്തിക്കാത്ത അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന ഒരു ചിത്രത്തിലേക്ക് വിപിൻ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ 1.5 മണിക്കൂർ കൊണ്ട് മലയാളത്തിൽ ഇപ്പോൾ പലയിടങ്ങളിലും ഒരു ഉദാഹരണമായിട്ട് പോലും മാറിയിരിക്കുന്ന വ്യസന സമേതത്തിൻ്റെ ഡയലോഗിൻ്റെ പിന്നിലെ ചില കഥകളാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.